എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന PSC പരീക്ഷകൾക്കായിട്ട് പ്രത്യേകം തിരഞ്ഞെടുത്ത 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. കേരളത്തിൻ്റെ വിസ്തീർണം ഓപ്ഷൻ സി 38,863 ചതുരശ്ര കിലോമീറ്റർ. 38,863 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വിസ്തീർണം. കേരളത്തിൻ്റെ വിസ്തീർണം ഇന്ത്യയുടെ ആകെ വിസ്തൃതിയുടെ 1.18%. ഭാരതത്തിലെ സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 21. കേരളത്തിലെ കടൽ തീരത്തിൻ്റെ ഏകദേശ നീളം എത്രയാണ്? കേരളത്തിലെ കടൽ തീരത്തിൻ്റെ ഏകദേശ നീളം എത്രയാണ്? ഓപ്ഷൻ സി 580 കിലോമീറ്റർ. കേരളത്തിലെ കടൽ തീരത്തിൻ്റെ ഏകദേശ നീളം 580 കിലോമീറ്ററാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരും ഏറ്റവും കുറവ് കടൽ തീരം ഉള്ള ജില്ല കൊല്ലവുമാണ്. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം എത്രയാണ്? ഓപ്ഷൻ ഡി 1200 മീറ്റർ. തന്നിരിക്കുന്നവയിൽ പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം 1200 മീറ്ററാണ്. പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം. പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം. ഓപ്ഷൻ സി 2695 മീറ്റർ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം 2695 മീറ്ററാണ്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണിത് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കൊടുമുടി. ഓപ്ഷൻ ബി അഗസ്ത്യാർകൂടം. അഗസ്ത്യാർകൂടമാണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കൊടുമുടി. അഗസ്ത്യാർകൂടം നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഭാഗമാണ്. യുനെസ്കോയുടെ ബയോസ്ഫിയർ റിസർവ് പട്ടികയിൽ ഇത് ഉൾപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹം. കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹം. ഓപ്ഷൻ ബി ലക്ഷദ്വീപ്. ലക്ഷദ്വീപാണ് കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹം. ലക്ഷദ്വീപ് പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമായ ഒരു ദ്വീപ് സമൂഹമാണ്. 2 അയൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല. 2 അയൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? ഓപ്ഷൻ സി വയനാട്. വയനാടാണ് കേരളത്തിൽ 2 അയൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണിത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്ന ജില്ല കൂടിയാണ് വയനാട്. കേരളത്തിൽ ഇടവപ്പാതി ഉണ്ടാകുന്നത് ഏത് മൺസൂൺ കാറ്റ് മൂലമാണ്? കേരളത്തിൽ ഇടവപ്പാതി ഉണ്ടാകുന്നത് ഏത് മൺസൂൺ കാറ്റ് മൂലമാണ്? ഓപ്ഷൻ എ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് മൂലമാണ് കേരളത്തിൽ ഇടവപ്പാതി ഉണ്ടാകുന്നത്. കേരളത്തിൽ സുനാമി ആഞ്ഞടിച്ച വർഷം. ഓപ്ഷൻ ഡി 2004. കേരളത്തിൽ സുനാമി ആഞ്ഞടിച്ചത് 2004 ഡിസംബർ 26 ഇന്തോനേഷ്യയിലെ സുമാത്രയിലുണ്ടായ ഭൂചലനമാണ് ഇതിന് കാരണമായത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കേരളത്തിൻ്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന പ്രദേശം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കേരളത്തിൻ്റെ ചിറാപുഞ്ചി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശം. ഓപ്ഷൻ ഡി നേര്യമംഗലം. എറണാകുളം ജില്ലയിലെ നേര്യമംഗലം എന്ന പ്രദേശമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കേരളത്തിൻ്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന പ്രദേശം. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ്. ഓപ്ഷൻ സി ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്. ചെങ്കൽ മണ്ണ് എന്നും ഇത് അറിയപ്പെടുന്നു. ജലം തങ്ങി നിൽക്കാത്ത മണ്ണിനം. തന്നിരിക്കുന്നവയിൽ ജലം തങ്ങി നിൽക്കാത്ത മണ്ണിനം ഏതാണ്? ഓപ്ഷൻ എ ലാറ്ററൈറ്റ് മണ്ണ്. തന്നിരിക്കുന്നവയിൽ ലാറ്ററൈറ്റ് മണ്ണാണ് ജലം തങ്ങി നിൽക്കാത്ത മണ്ണിനം. മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ രൂപപ്പെടുന്ന മണ്ണ്.
ഓപ്ഷൻ എ ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണാണ് മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ രൂപപ്പെടുന്ന മണ്ണ്. ഉയർന്ന താപനിലയും കനത്ത മഴയുമുള്ള പ്രദേശങ്ങളിൽ ലീച്ചിങ് എന്ന പ്രക്രിയയിലൂടെയാണ് ലാറ്ററൈറ്റ് മണ്ണ് രൂപപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും ഉയർന്ന ഗുണമേന്മയുള്ള കളിമണ്ണ് നിക്ഷേപം കാണപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും ഉയർന്ന ഗുണമേന്മയിലുള്ള കളിമണ്ണ് നിക്ഷേപം കാണപ്പെടുന്നത് ഓപ്ഷൻ ഡി കുണ്ടറ. കൊല്ലം ജില്ലയിലെ കുണ്ടറയാണ് കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഗുണമേന്മയിലുള്ള കളിമണ്ണ് നിക്ഷേപം കാണപ്പെടുന്നത്. കേരളത്തിൽ ഉയർന്ന ഗുണമേന്മയുള്ള സ്ഫടിക മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. കേരളത്തിൽ ഉയർന്ന ഗുണമേന്മയുള്ള സ്ഫടിക മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓപ്ഷൻ സി ആലപ്പുഴ. കേരളത്തിൽ ആലപ്പുഴയിലാണ് ഉയർന്ന ഗുണമേന്മയുള്ള സ്ഫടിക മണ്ണ് സിലിക്ക സാൻഡ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. കേരളത്തിലെ കടലോര പ്രദേശങ്ങളിലെ കരിമണലിൽ നിന്ന് ലഭിക്കുന്ന ധാതുക്കൾ. തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ കടലോര പ്രദേശങ്ങളിലെ കരിമണലിൽ നിന്ന് ലഭിക്കുന്ന ധാതുക്കൾ ഓപ്ഷൻ സി ഇൽമനേറ്റ് മോണസേറ്റ്. ഇൽമനേറ്റും മോണസേറ്റുമാണ് കേരളത്തിലെ കടലോര പ്രദേശങ്ങളിലെ കരിമണലിൽ നിന്നും ലഭിക്കുന്ന ധാതുക്കൾ. ഇൽമനേറ്റും മോണസേറ്റും തോറിയം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ധാതുക്കളാണ്. കൊല്ലം ജില്ലയിലെ കടലോര പ്രദേശങ്ങളായ നീണ്ടകര, ചവറ, കോവിൽത്തോട്ടം എന്നീ സ്ഥലങ്ങൾ എന്തിന് പേരുകേട്ടതാണ്? കൊല്ലം ജില്ലയിലെ കടലോര പ്രദേശങ്ങളായ നീണ്ടകര, ചവറ, കോവിൽത്തോട്ടം എന്നീ സ്ഥലങ്ങൾ എന്തിന് പേരുകേട്ടതാണ്? ഓപ്ഷൻ സി ഇൽമനേറ്റ് മോണോസേറ്റ്. ഇൽമനേറ്റിൻ്റെയും മോണോസേറ്റിൻ്റെയും നിക്ഷേപങ്ങൾക്ക് പേരുകേട്ടതാണ് കൊല്ലം ജില്ലയിലെ കടലോര പ്രദേശങ്ങളായ നീണ്ടകര, ചാവറ, കോവിൽത്തോട്ടം എന്നീ സ്ഥലങ്ങൾ. കേരളത്തിൽ ചുണ്ണാമ്പ് കല്ല് കാണപ്പെടുന്ന സ്ഥലം. തന്നിരിക്കുന്നവയിൽ കേരളത്തിൽ ചുണ്ണാമ്പ് കല്ല് കാണപ്പെടുന്ന സ്ഥലം ഓപ്ഷൻ ഡി വാളയാർ. തന്നിരിക്കുന്നവയിൽ വാളയാറാണ് കേരളത്തിൽ ചുണ്ണാമ്പ് കല്ല് കാണപ്പെടുന്ന സ്ഥലം. വാളയാർ പാലക്കാട് ജില്ലയിലെ സിമന്റ് വ്യവസായത്തിന് പ്രസിദ്ധിയാർജിച്ച സ്ഥലമാണ്. മലബാർ സിമന്റ്സ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഓപ്ഷൻ സി ഉത്തരായന രേഖ. തന്നിരിക്കുന്നവയിൽ ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ. ഉത്തരായന രേഖ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യയുടെ ഭൂവിസ്തൃതി? ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യയുടെ ഭൂവിസ്തൃതി? ഓപ്ഷൻ ഡി 2.42%. ലോക ഭൂവിസ്തൃതിയുടെ 2.42% ഇന്ത്യയുടെ ഭൂവിസ്തൃതി. വിസ്തൃതിയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം 7ാമതാണ്. ഇന്ത്യയുടെ ഭൂവിസ്തൃതി എത്ര ചതുരശ്ര കിലോമീറ്ററാണ്? ഇന്ത്യയുടെ ഭൂവിസ്തൃതി എത്ര ചതുരശ്ര കിലോമീറ്ററാണ്? ഓപ്ഷൻ എ 32,87,263 ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയുടെ ഭൂവിസ്തൃതി 32,87,263 ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എത്രയാണ്? ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എത്രയാണ്? ഓപ്ഷൻ സി 3214 കിലോമീറ്റർ. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം 3214 കിലോമീറ്ററാണ്. ലഡാക്കിലെ ഇന്ദിരാ കോൾ മുതൽ കന്യാകുമാരി വരെയുള്ള ദൂരമാണിത്. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം ഓപ്ഷൻ ഡി 2933 കിലോമീറ്റർ. 2933 കിലോമീറ്ററാണ് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം. ഗുജറാത്തിലെ ഗുഹാർമോട്ടി മുതൽ അരുണാചൽ പ്രദേശിലെ കിബിത്തു വരെയുള്ള ദൂരമാണിത്. ഇന്ത്യയുടെ സമുദ്ര അതിർത്തി എത്ര കിലോമീറ്ററാണ്? ഇന്ത്യയുടെ സമുദ്ര അതിർത്തി എത്ര കിലോമീറ്ററാണ്? ഓപ്ഷൻ ബി 7516.6 കിലോമീറ്റർ. ഇന്ത്യയുടെ സമുദ്ര അതിർത്തി 7516.6 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ പ്രദേശം ജമ്മു കശ്മീർ ആണെങ്കിൽ ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ പ്രദേശം ജമ്മു കശ്മീർ ആണെങ്കിൽ ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം
ഓപ്ഷൻ ഡി തമിഴ്നാട്. ഇന്ത്യയുടെ വടക്കേയറ്റത്തെ പ്രദേശം ജമ്മു കശ്മീർ ആണെങ്കിൽ ഇന്ത്യയുടെ തെക്കേയറ്റത്തെ സംസ്ഥാനം തമിഴ്നാടാണ്. പ്രധാന ഭൂഭാഗത്തിൻ്റെ മെയിൻലാൻഡിൻ്റെ തെക്കേയറ്റം കന്യാകുമാരിയാണ്. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഓപ്ഷൻ സി ഗുജറാത്ത്. ഗുജറാത്താണ് ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. സൂര്യാസ്തമയം ഏറ്റവും അവസാനമായി ദൃശ്യമാകുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ സി അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശാണ് ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ സൂര്യോദയം ആദ്യമായി ദൃശ്യമാകുന്ന സംസ്ഥാനമായതുകൊണ്ട് തന്നെ ഇതിനെ ഉദയസൂര്യൻ്റെ നാട് എന്നാണ് വിളിക്കുന്നത് അരുണാചൽ പ്രദേശിനെ. ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് പ്രകൃതിദത്തമായ അതിർത്തി തീർക്കുന്നത് തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് പ്രകൃതിദത്തമായ അതിർത്തി തീർക്കുന്നത് ഓപ്ഷൻ സി ഹിമാലയം. തന്നിരിക്കുന്നവയിൽ ഹിമാലയമാണ് ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് പ്രകൃതിദത്തമായ അതിർത്തി തീർക്കുന്നത്. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് അതിർത്തി പങ്കിടുന്നത് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് അതിർത്തി പങ്കിടുന്നത് ഓപ്ഷൻ ഡി ബംഗാൾ ഉൾക്കടൽ. ബംഗാൾ ഉൾക്കടലാണ് ഇന്ത്യയുടെ കിഴക്കു ഭാഗത്ത് അതിർത്തി പങ്കിടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഉൾക്കടൽ കൂടെയാണ് ബംഗാൾ ഉൾക്കടൽ. ഇന്ത്യയുടെ പടിഞ്ഞാറ് വശത്തെ അതിര് അറബിക്കടലാണെങ്കിൽ ഇന്ത്യയുടെ തെക്കു ഭാഗത്ത് അതിർത്തി പങ്കിടുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറ് വശത്തെ അതിര് അറബിക്കടലാണെങ്കിൽ ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് അതിർത്തി പങ്കിടുന്നത് ഓപ്ഷൻ ഡി ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യയുടെ പടിഞ്ഞാറ് വശത്തെ അതിര് അറബിക്കടലാണെങ്കിൽ ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് അതിർത്തി പങ്കിടുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ആണെങ്കിൽ ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ആണെങ്കിൽ ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഓപ്ഷൻ ഡി ഗുഹാർ മോട്ടി. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ആണെങ്കിൽ ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോട്ടിയാണ്. ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ് ഗുഹാർ മോട്ടി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാകോൾ ആണെങ്കിൽ ഇന്ത്യയുടെ കിഴക്കേ അറ്റം ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാകോൾ ആണെങ്കിൽ ഇന്ത്യയുടെ കിഴക്കേ അറ്റം ഓപ്ഷൻ ഡി കിബുത്തു. കിബുത്തു ആണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റം. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാകോൾ ആണെങ്കിൽ ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു. ഇത് അരുണാചൽ പ്രദേശിലെ അഞ്ചാവ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം തന്നിരിക്കുന്നവയിൽ ഇന്ത്യ അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ഭൂട്ടാൻ. തന്നിരിക്കുന്നവയിൽ ഭൂട്ടാനാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം. ഇന്ത്യ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഇന്ത്യ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഓപ്ഷൻ ബി ബംഗ്ലാദേശ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഇന്ത്യ ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്ന രാജ്യം ഇന്ത്യ ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്ന രാജ്യം ഓപ്ഷൻ ഡി അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനാണ് ഇന്ത്യ ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇന്ത്യ അതിർത്തി പങ്കിടുന്ന ചെറിയ രാജ്യം ചോദ്യമായി വരികയാണെങ്കിൽ ഭൂട്ടാനും, ഇന്ത്യ ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിച്ചാൽ അഫ്ഗാനിസ്ഥാനുമാണ് ഉത്തരം. ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ ഓപ്ഷൻ സി റാഡ്ക്ലിഫ് രേഖ. റാഡ്ക്ലിഫ് രേഖയാണ് ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ. 1947 സിറിൽ റാഡ്ക്ലിഫിൻ്റെ നേതൃത്വത്തിലാണ് ഈ അതിർത്തി നിർണയിച്ചത്. ഇന്ത്യയും ചൈനയും വേർതിരിക്കുന്ന അതിർത്തി രേഖ ഇന്ത്യയും ചൈനയെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ മക്മോഹൻ രേഖ. ഇന്ത്യയും ചൈനയെയും വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് മക്മോഹൻ രേഖ. ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ് അതിർത്തിയിലാണ് പ്രധാനമായും ഈ രേഖ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്ന രേഖാംശം തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്ന രേഖാംശം ഓപ്ഷൻ ബി 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശം. 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശം അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നത്.
ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുൻപിലാണ് ഇന്ത്യൻ സമയം? ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുൻപിലാണ് ഇന്ത്യൻ സമയം? ഓപ്ഷൻ ഡി 5.5 മണിക്കൂർ. ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുൻപിലാണ് ഇന്ത്യൻ സമയം. ഗ്രീൻവിച്ച് സമയം GMT 0 ഡിഗ്രി രേഖാംശത്തിലാണെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം IST 82.5 ഡിഗ്രി കിഴക്കാണ്. ഇന്ത്യയുടെ പ്രാമാണിക സമയരേഖ കടന്നുപോകുന്ന മിർസാപൂർ എന്ന സ്ഥലം ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയുടെ പ്രാമാണിക സമയരേഖ കടന്നുപോകുന്ന മിർസാപൂർ എന്ന സ്ഥലം ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ സി ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ പ്രാമാണിക സമയരേഖ കടന്നുപോകുന്ന മിർസാപൂർ എന്ന സ്ഥലം ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലാകെ എത്ര സംസ്ഥാനങ്ങളാണ് ഉള്ളത്? ഇന്ത്യയിലാകെ എത്ര സംസ്ഥാനങ്ങളാണ് ഉള്ളത്? ഓപ്ഷൻ സി 28. ഇന്ത്യയിലാകെ 28 സംസ്ഥാനങ്ങളാണുള്ളത്. അവസാനമായി രൂപം കൊണ്ട സംസ്ഥാനം തെലങ്കാന ആണ്. ഇന്ത്യയിൽ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഉള്ളത്? ഇന്ത്യയിൽ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഉള്ളത്? ഓപ്ഷൻ ബി 8. ഇന്ത്യയിൽ നിലവിൽ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഉള്ളത്. 2020 ജനുവരി 26 ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു എന്നിവ ലയിപ്പിച്ചതോടെയാണ് എണ്ണം 8 ആയത്. ഏത് ഭരണഘടനാ വകുപ്പ് റദ്ദ് ചെയ്തുകൊണ്ടാണ് ജമ്മു കശ്മീർ സംസ്ഥാനത്തെ വിഭജിച്ച് ജമ്മു കശ്മീർ, ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ആക്കിയത്? ഏത് ഭരണഘടനാ വകുപ്പ് റദ്ദ് ചെയ്തുകൊണ്ടാണ് ജമ്മു കശ്മീർ സംസ്ഥാനത്തെ വിഭജിച്ച് ജമ്മു കശ്മീർ, ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കിയത്? ഓപ്ഷൻ സി 370. ഭരണഘടനാ വകുപ്പ് 370 റദ്ദ് ചെയ്തുകൊണ്ടാണ് ജമ്മു കശ്മീർ സംസ്ഥാനത്തെ വിഭജിച്ച് ജമ്മു കശ്മീർ, ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ആക്കിയത്. 2019 ഓഗസ്റ്റിലാണ് കേന്ദ്ര സർക്കാർ ഈ വകുപ്പ് റദ്ദാക്കിയത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഓപ്ഷൻ സി ലഡാക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം തന്നിരിക്കുന്നവയിൽ ഓപ്ഷൻ സി ലഡാക്ക് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഓപ്ഷൻ ഡി ലക്ഷദ്വീപ്. തന്നിരിക്കുന്നവയിൽ ലക്ഷദ്വീപാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം. മനുഷ്യൻ വെച്ചുപിടിപ്പിച്ച ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള തേക്ക് തോട്ടം ഏതാണ്? മനുഷ്യൻ വെച്ചുപിടിപ്പിച്ച ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള തേക്ക് തോട്ടം? ഓപ്ഷൻ സി കനോലി പ്ലോട്ട്. കനോലി പ്ലോട്ടാണ് മനുഷ്യൻ വെച്ചുപിടിപ്പിച്ച ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള തേക്ക് തോട്ടം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണിത് സ്ഥിതി ചെയ്യുന്നത്. വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല? വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല? ഓപ്ഷൻ എ ഇടുക്കി. വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഇടുക്കിയാണ്. വിസ്തീർണത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് ഇടുക്കിയിലാണെങ്കിലും ശതമാനാടിസ്ഥാനത്തിൽ കൂടുതൽ വനമുള്ളത് വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം? കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം? ഓപ്ഷൻ ബി കോന്നി. കോന്നിയാണ് കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം. പത്തനംതിട്ട ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമായ കോന്നി സ്ഥിതി ചെയ്യുന്നത്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി കോട്ടയം. കോട്ടയത്താണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത്. കണ്ടൽ കാടുകൾക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? കണ്ടൽ കാടുകൾക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി കൊയിലാണ്ടി. കണ്ടൽ കാടുകൾക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യ മ്യൂസിയം നിലവിൽ വന്നത് കൊയിലാണ്ടിയിലാണ്, കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.